ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എനിക്ക് ക്ലാസ്സും ഉണ്ട്, ഒരു ആദ്യ കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പം നമ്മളിവിടുന്ന് രാവിലെ ഒരു 9 മണിയായപ്പോൾ ഇറങ്ങി കേട്ടോ. അവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലുന്ന രീതിയിലാണ് നമ്മൾ 9 മണിക്ക് ഇറങ്ങിയേക്കുന്നത്. എന്നിട്ട് അവിടെ പോയി ആദ്യ കുർബാനയൊക്കെ കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഒരു 10 മണിയോട് കൂടെ തന്നെ ഞങ്ങളിതേ പള്ളിയിൽ എത്തിയിട്ടോ. അപ്പം ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം എൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോഴത്തേനും എന്ത് ചെയ്യുക, ആദ്യ കുർബാന 2 പിള്ളേരുടെ മാത്രമല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്വന്തക്കാരുടെ മാത്രമല്ലായിരുന്നു, വേറെ പിള്ളേരുടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താ ഈ ചടങ്ങെന്നൊന്നും എനിക്കറിയില്ല. പിള്ളേരെല്ലാം ഇങ്ങനെ പുറത്തോട്ട് വന്ന് ഏതാണ്ട് താലം പോലത്തെ സാധനമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നൊരു പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ ജസ്റ്റ് ഞാനങ്ങനെ ആദ്യ കുർബാനയുടെ പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്താണെന്നുള്ളത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചടങ്ങ് എന്താണെന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അവരുടെ പുറകെ നിൽക്കുന്ന അവരുടെ വീട്ടുകാർ മാത്രമാണ് കേട്ടോ ഉള്ളൂ. പള്ളിയിൽ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. അകത്ത് അച്ഛനും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ പിള്ളേരെ എല്ലാവരെയും ഈ താലവും ഈ പൂച്ചെണ്ടും ഒക്കെ ആയിട്ട് അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങളതിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അവർ കയറി പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. പിന്നെ അവർ കയറിപ്പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുറത്തോട്ട് വന്നതാണ് കേട്ടോ ഇത്. അപ്പം കുഞ്ഞാപ്പി തന്നെ അവിടെ ആ പുല്ലിൻ്റെ പൊക്കത്ത് കയറ്റി നിർത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞാപ്പിനെ അവിടെ പുല്ലിൻ്റെ പൊക്കത്ത് കയറ്റി നിർത്തി ഞങ്ങൾ ഇച്ചിരി ഫോട്ടോയൊക്കെ എടുത്തേ. പിന്നെ ഞങ്ങളും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നടന്നു പോകുന്നതായിട്ടൊരു വീഡിയോ എടുത്ത് തരുമെന്ന് ചേട്ടായി ചോദിച്ചപ്പോൾ ചേട്ടായി മറ്റേ റീലിലിടാൻ പാകത്തിന് മറ്റേ പോലെ എടുത്ത് തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ചേട്ടായുടെയും കൊച്ചിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അപ്പോഴത്തേനും ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. ചേട്ടായുടെ വീട്ടുകാരുടെയാണ് കേട്ടോ, എൻ്റെ വീട്ടുകാരുടെ അല്ല. അപ്പം അവരൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലിമരത്തിൽ നിന്ന് നെല്ലിക്ക പറിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കുഞ്ഞ് അരിനെല്ലിക്ക കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇത്രയും ചെറിയ നെല്ലിക്ക കണ്ടിട്ടില്ല. ഞാൻ ഓർത്ത് മറ്റേ അരിനെല്ലിക്ക ആയിരിക്കും എന്നോർത്ത്. പക്ഷേ ഇത് സാധാ നെല്ലിക്കയായിരുന്നു കേട്ടോ. സാധാ നെല്ലിക്കയായിരുന്നു, അത് ചെറുതുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പള്ളി വളരെ പ്രശസ്തമായ പള്ളിയാണെന്നൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി പറഞ്ഞറിഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിനെ കാണാനിടയായി. ഞങ്ങൾ വാട്സപ്പിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ചേച്ചീനെ ഞാൻ കണ്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നു. 2 കഴിച്ചു കേട്ടോ. ആദ്യം കുറച്ച് ചോറും ഉണ്ട്, പിന്നെ ഇച്ചിരി ബിരിയാണിയും കഴിച്ചു. രാവിലെ ഇച്ചിരി നേരത്തെ പോകണം എന്നുള്ള രീതിക്കാണ് രാവിലെ വന്നത്. അപ്പോഴത്തേനും എന്നാൽ നേരത്തെ കഴിച്ചിട്ട് പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ഇച്ചിരി ചോറെടുത്ത് ആദ്യമേ തിന്നായിരുന്നു. മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് തിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ബിരിയാണിയും കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിൽ വന്നു കേട്ടോ. അപ്പോഴത്തേനും ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിനകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് റീലൊക്കെ ചെയ്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മിസ്സൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഓട്ടോയിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിലോട്ട് വന്നു. അവിടുന്ന് പിന്നെ പൊൻകുന്നത്തിന് കയറി, പിന്നെ കൊപ്രാക്കുളത്ത് വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. പക്ഷെ മടുത്തു പോയിട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ദിവസമായിരുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.